ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊറോട്ട ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ദം പൊറോട്ടയുമായിട്ടാണ്. അപ്പോൾ ദം ബിരിയാണി നമ്മളെല്ലാവരും കേട്ടിട്ടും ഉണ്ടാവും, കഴിച്ചിട്ടും ഉണ്ടാവും. എന്നാൽ പൊറോട്ട എങ്ങനെയാണ് ദം ചെയ്തെടുക്കുന്നതെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കടയിൽ നിന്നും പൊറോട്ട മേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ പൊറോട്ട. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പം പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ദം പൊറോട്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കറിയാണ്. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ബീഫ് കറിയോ ചിക്കൻ കറിയോ അതുമല്ല എന്നുണ്ടെങ്കിൽ മുട്ടക്കറിയോ കടലക്കറിയോ വേണമെങ്കിലും എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ബീഫ് കറിയാണ്. അപ്പോൾ നമ്മുടെ കറിയും പൊറോട്ടയും നല്ല ചൂടായിട്ടിരിക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ചൂടല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വറുത്ത സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തതുമാണ്. പിന്നെ ഞാൻ കുറച്ച് കാടമുട്ടയും കോഴിമുട്ടയും പുഴുങ്ങിയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില പുതിനയില അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സവാള ഇങ്ങനെ പച്ചയായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യുന്നില്ല. നമ്മളിത് ദം ചെയ്തെടുക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഒരു പാത്രം എടുക്കുക, ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. മൺചട്ടിയുടെ അടിയിൽ ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ ദം ചെയ്തെടുക്കാം. ചട്ടിയിൽ ഡയറക്റ്റ് വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടി ഒരു നല്ല വാഴയിലയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വാഴയില വാട്ടിയത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. അപ്പം അടിയിൽ ഞാനിപ്പോൾ ചെറിയ ചെറിയ പൊറോട്ടയായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 4 പൊറോട്ട അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. 4 പൊറോട്ട അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് ഗ്രേവി കറി ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന കറി അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ കറി നന്നായിട്ട് കുഴഞ്ഞ് വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കറി കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരുപാട് കറിയൊന്നും ഒഴിക്കുന്നില്ല, കുട്ടികൾക്കും കൂടി കഴിക്കാനുള്ളതായതുകൊണ്ട് ഒരുപാട് ഗ്രേവി ആയിട്ട് ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നല്ലതുപോലെ കറി ഒഴിച്ചിട്ട് നല്ല കുതിർന്നിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ പൊറോട്ടയും കറിയും കഴിച്ചാൽ പോരെ, ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്ത് കഴിച്ച് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് ഇതെല്ലാം പിടിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വറുത്ത സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഈ ഒരു ഐറ്റത്തിന്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതിട്ട് കൊടുത്തു. ഇനി നമ്മൾ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സവാള അരിഞ്ഞതും മല്ലിയിലയും പുതിനയിലയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, മസ്റ്റ് ഒന്നുമല്ല. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് ആ ഒരു പച്ച സവാളയും കൂടെയൊക്കെ ഇട്ടെടുത്ത് കഴിച്ചപ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. മുട്ട പുഴുങ്ങിയത് ഫുള്ളായിട്ട് തന്നെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാൻ പക്ഷേ അത് കഴിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് സ്ലൈസ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാടമുട്ട ഉണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ ഒരു 2-3 കോഴിമുട്ട എടുത്തിട്ട് അതും കൂടി ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ കുട്ടികളും കൂടെ കഴിക്കുമ്പോൾ അവർക്കും കൂടി എടുത്ത് കഴിക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മുട്ട അങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മൾ അടുത്ത ലെയർ വീണ്ടും പൊറോട്ട വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത ലെയറിൽ ഒരു 3 പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര ആൾക്കാർ കഴിക്കാനുണ്ടോ അതനുസരിച്ചിട്ട് പൊറോട്ടയുടെ എണ്ണം കൂട്ടിയും കുറച്ച് ലെയറുകളുടെ എണ്ണം കൂട്ടിയും കുറച്ചും ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഗ്രേവി ഒഴിച്ചു. വറുത്ത സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില, സവാള, മുട്ട ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് വീണ്ടും നമ്മൾ പൊറോട്ട വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊറോട്ട ഏറ്റവും ടോപ്പിൽ വെക്കുന്ന പൊറോട്ടയിൽ വലുതായിട്ട് അങ്ങനെ മസാല പിടിക്കത്തില്ല. അതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിൽ കുറച്ചുകൂടി കറി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മളിപ്പോൾ മുകളിൽ കറിയൊന്നും ഒഴിക്കുന്നില്ല. മുകളിൽ ലാസ്റ്റായിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് സവാളയും ബാക്കി ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടായിരുന്നത് കുറച്ചിട്ട് കൊടുത്തു. പിന്നെ മല്ലിയിലയും പുതിനയിലയും പച്ച സവാളയും ഇതെല്ലാം കൂടി അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ഇച്ചിരി നെയ്യും കൂടി ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു നെയ്യുടെ മണവും കൂടിയൊക്കെ കിട്ടും. നമ്മളിപ്പോൾ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പം വാഴയില കൊണ്ട് തന്നെയാണ് ഞാനിത് കവർ ചെയ്തെടുക്കുന്നത്. ഞാനെടുത്ത വാഴയിലയിൽ ഒരു ചെറിയ ഒരു പൊട്ടലുണ്ട്. അപ്പോൾ അതുവഴി എയർ പുറത്ത് പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ചെറിയ ഒരു പീസ് വാഴയിലയും കൂടി നടുക്കിട്ട് കൊടുത്തിട്ടാണ് അത് വെച്ചിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ കീറലില്ലാത്ത ഇല എടുക്കുന്നതായിരിക്കും നല്ലത്. ഒട്ടും എയർ പുറത്ത് പോകാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. അങ്ങനെ കിട്ടുമ്പോഴേ നമ്മൾ ഈ ചെയ്തെടുക്കുന്നതിനൊരു അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വാഴയില ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ എടുത്തിട്ട് ചെയ്താൽ മതി. അതും അല്ലാന്നുണ്ടെങ്കിൽ നല്ല നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കുന്നതിനൊക്കെ നല്ല ടൈറ്റായിട്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ഒരടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ച് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി.
ഇതിപ്പോൾ മുകളിലും താഴെയൊക്കെ വാഴയില വരുമ്പോഴത്തേക്കും ആ ഒരു വാഴയിലയ്ക്ക് ഉള്ളിലിരുന്നിട്ട് ഇത് ഇങ്ങനെ ആവിയിൽ വെന്ത് കിട്ടുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. തീ ഒട്ടും കൂട്ടി വെക്കരുത്, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇത് നമ്മൾ നല്ല ചൂടോട് കൂടി കഴിക്കുന്നതാണ് നല്ലത്. എപ്പോഴായാലും പൊറോട്ടയും കറിയും നമ്മൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് നമ്മളത് തണുത്തിട്ട് കഴിച്ചാൽ ഉണ്ടാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൊറോട്ടയും ബീഫ് കറിയാണ് ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ. അതില്ലാന്നുണ്ടെങ്കിൽ മുട്ടക്കറിയോ ചിക്കൻ കറിയോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മുകളിൽ നമ്മൾ കുറച്ച് ഗ്രേവിയും കൂടി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി നന്നായിട്ട് കുതിർന്നിരിക്കും. ഞാനിപ്പോൾ കുട്ടികൾക്കും കൂടി കഴിക്കാനായതുകൊണ്ടാണ് ഈ രീതിയിൽ മുകളിൽ ഗ്രേവി ഒഴിക്കാതെ എടുത്തത്. അപ്പോൾ ആ ഒരു മല്ലിയിലയുടെയും പുതിനയിലയുടെയും പിന്നെ നമ്മളിട്ട പച്ച സവാളയെല്ലാം അതിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറും കൂടി പിടിച്ച് ബീഫ് കറിയിൽ നന്നായിട്ട് കുതിർന്നിരിക്കുന്ന ആ ഒരു പൊറോട്ട കഴിക്കുമ്പോൾ എന്താ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിൽ നിന്നൊരു പീസ് പൊറോട്ട എടുത്തിട്ട് ഒരു കഷ്ണം ബീഫും എടുത്ത് എല്ലാം കൂടി ചേർത്ത് വേണമെങ്കിൽ ഒരു പീസ് മുട്ടയും കൂടിയൊക്കെ എടുത്തിട്ട് വായിലോട്ട് വെക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.